ഹായ് ഗൈസ്, ഇന്ന് 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ 38 ഡേ ആണ്. ഇന്നത്തെ വർക്കൗട്ട് ലെഗ് ആൻഡ് ആപ്സ് ആണ്. ഫസ്റ്റ് വർക്കൗട്ട് ലെഗ് തന്നെയാണ്. ബാർബൽ സ്ക്വാട്ടാണ് ഫസ്റ്റ് വർക്കൗട്ട്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലെഗ് എക്സ്റ്റൻഷൻ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. 4 സെറ്റ് കണ്ടിന്യൂസ് ചെയ്യുക, ക്ലോസ് ടു ഫെയിലിയർ. മൂന്നാമത്തെ വർക്കൗട്ട് ലെഗ് പ്രസ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക, ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം. മാക്സിമം ലോഡ് വെയിറ്റ് കയറ്റിയിട്ട് അടിക്കുക. അത് കഴിഞ്ഞ് നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബൽ ഡൊമേനിയൻ ഡെഡ് ലിഫ്റ്റ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റേഷൻ വരെ. സ്റ്റാർട്ടിങ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കുക, പിന്നെ ഹെവി വെയിറ്റിലോട്ട് പോവുക, ക്ലോസ് ടു ഫെയിലിയർ. മാക്സിമം വെയിറ്റ് എടുക്കാൻ പറ്റുന്ന ഇത്ര എടുക്കുക. ബെൽറ്റ് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യുക. മാക്സിമം വെയിറ്റ് കൂട്ടി വർക്കൗട്ട് ചെയ്യുക. ഫുൾ ബോഡി കിട്ടുന്ന ഒരു വർക്കൗട്ടാണ്. പിന്നെയുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈയിങ് ലെഗുകളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ, ക്ലോസ് ടു ഫെയിലിയർ. ബാക്കിലെ മസിലിന് അടിക്കുന്നതാണ് ലെഗിൻ്റെ. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ കാഫ് റൈസ് സ്പ്ലിറ്റ് മെഷീനാണ്. സ്പ്ലിറ്റ് മെഷീനിൽ കാഫ് റൈസ് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ. ലെഗിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആപ്സിൻ്റെ വർക്കൗട്ടാണ്. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങിങ് സ്ട്രേറ്റ് ലെഗ് ഹീപ്പ് റൈസ് ആണ്. എൻ്റെ ആപ്സ് എല്ലാം നല്ല വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 85 കിലോ ഉണ്ട്. ഇച്ചിരി ഒന്ന് കുറഞ്ഞൊരു 80 കിലോയൊക്കെ ആകുമ്പോഴത്തേന് ഇച്ചിരി നല്ല വിസിബിലിറ്റി കിട്ടും. രണ്ടാമത്തെ വർക്കൗട്ട് ഹാങ്ങിങ് സ്ട്രേറ്റിൽ അടിഞ്ഞു കഴിഞ്ഞിട്ട് കേബിൾ സൈഡ് ബെൻഡാണ്. അത് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. 4 സെറ്റ് വർക്കൗട്ട് ചെയ്യുക, ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും സെയിം കൗണ്ട് കൊടുക്കുക. അതിനുള്ള റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വർക്കൗട്ടാണ് നീലിങ് കേബിൾ ക്രഞ്ച് ആണ്. അതും ക്ലോസ് ടു ഫെയിലിയർ ആണ്. 3 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ, ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോവുക. അങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ വർക്കൗട്ട് സ്ലോലി ചെയ്തേക്കുന്ന വീഡിയോ എത്ര ഉള്ളത് കൊണ്ട്. അത് കഴിഞ്ഞ് ഈ വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് കേബിൾ സൈഡ് ബെൻഡ് കഴിഞ്ഞിട്ടാണ് നീലിങ് കേബിൾ ക്രഞ്ച് വരുന്നത്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ, ക്ലോസ് ടു ഫെയിലിയർ. മാക്സിമം എൻഗേജ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ല പമ്പും കിട്ടും, നന്നായിട്ട് വിസിബിൾ ആവുകയും ചെയ്യും. ഞാനത് അതിൻ്റെ കൂടെ ഫ്ലെക്സ് ചെയ്ത് കൊടുക്കണം. ആപ്സും കൊടുക്കണം, ലെഗിനും ഫ്ലെക്സ് ചെയ്ത് കൊടുക്കണം, ആപ്സിനും ഫ്ലെക്സ് ചെയ്ത് കൊടുക്കണം. വർക്കൗട്ടിനിടയിൽ നല്ല പമ്പ് കിട്ടും. അത് കഴിഞ്ഞുള്ളത് ഡിക്ലൈൻ സിറ്റപ്പാണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ചെയ്യുക, ക്ലോസ് ടു ഫെയിലിയർ. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ റഷ്യൻ ട്വിസ്റ്റ് വെയിറ്റഡ് ആണ്. അതാണ് അത് കഴിഞ്ഞുള്ള വർക്കൗട്ട്. അതാണ് അഞ്ചാമത്തെ വർക്കൗട്ട്, റഷ്യൻ ട്വിസ്റ്റ് വിത്ത് വെയിറ്റ്. ഡിക്ലൈൻ സിറ്റപ്പ് കഴിഞ്ഞുള്ള വർക്കൗട്ട്. അതും 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ്, ക്ലോസ് ടു ഫെയിലിയറാണ്. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് ആറാമത്തെ വർക്കൗട്ട് ലൈങ് ഫ്ലോർ ലെഗ് റൈസ് ആണ്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയി കാണാം. ബൈ.